ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു ചെറുക്കനെയും കൂടി ഇറക്കിയിട്ടുണ്ടാ. അപ്പോൾ നമ്മുടെ മുതലാണ് ലെജൻഡ് ഐറ്റമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കണത്, നമ്മളെ സ്പ്ലെൻഡർ, ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. അപ്പോൾ നമ്മളിത് കുറേ നാളായിട്ട് നമ്മുടെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മൾ സി ഡി ഡോണിൽ സ്പ്ലെൻഡറിൻ്റെ ലുക്കാക്കണ്, സി ഡി ഡിലക്സിൽ സ്പ്ലെൻഡറിൻ്റെ ലുക്കാക്കണ്. അപ്പോൾ നമുക്ക് അന്നൊന്നും സ്പ്ലെൻഡർ എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അത് സമയമായി വരണമല്ലോ, ഓരോന്ന് അതിൻ്റെ സമയത്ത് നടക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഫാമിലിയിലോട്ട് ഇത് ഒരു മുതലും കൂടി വന്നേക്കണേണ്. ഹീറോ ഹോണ്ട 2000 മോഡൽ സ്പ്ലെൻഡറാണിട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് 2000 മോഡലാണ്. ഏകദേശം 94 മുതൽ 99 വരെ ഇറങ്ങിയ യൂറോ 1 ടൈപ്പിലാണ് ഇങ്ങനത്തെ ഒരു മോഡൽ. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഫ്ലാറ്റ് ഗ്ലാസ് ടൈപ്പ് ഹെഡ്ലൈറ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് 2000 ആയതുകൊണ്ട് മില്ലേനിയത്തിലോട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം പാർട്സുകൾ ഇപ്പോഴും യൂറോ 1ൻ്റെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. കാരണം ജസ്റ്റ് ആ ഒരു വർഷം കൺവേർട്ട് ആയ സമയത്ത് ഇറങ്ങിയൊരു മോഡലാണിട്ടത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആ പണ്ട് കണ്ടുവന്നിരിക്കുന്ന അതേ ഒരു ടൈപ്പ് ഗ്ലാസ് ടൈപ്പ് നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അത് ഇപ്പോൾ നമ്മളിത് ചേഞ്ച് ചെയ്താണ് കേട്ടോ. നമുക്ക് വണ്ടി എടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശം കണ്ടീഷനായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഓണറാണ്. അപ്പോൾ ഫസ്റ്റ് ഓണർ അങ്ങനെ വണ്ടി അധികം യൂസൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ജസ്റ്റ് കാര്യം കൊണ്ടുപോവുക, തിരിച്ചു വെക്കുക, അങ്ങനെയുള്ളൊരു രീതിയിൽ ഉപയോഗിച്ചൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആകെ കമ്പനി എങ്ങനെ വന്നു ആ ഒരു കണ്ടീഷനിൽ തന്നെ ജസ്റ്റ് ടെസ്റ്റ് പാസ്സാക്കാനുള്ള രീതിയിൽ പണിത് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് പാർട്സൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ ഇട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഇട്ട് ഉൾപ്പെടുത്തണമായിരിക്കും. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത് പഴയ വണ്ടി നിർത്തിയ മോഡൽ ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റിനെ ഒപ്പിച്ചത്. അപ്പോൾ പുതിയ മോഡൽ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് സൂട്ടാണ് പ്ലഗ് ആൻഡ് പിന്നെ നമുക്ക് ആ ഒരു പഴയ ലുക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെയിം മോഡൽ തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ സ്പ്ലെൻഡർ പ്രോയിൻ്റെ മോഡലിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് എടുത്തിട്ട് നമ്മൾ മാറ്റിയതാണ് കേട്ടോ. ഇത് പ്ലെയിൻ ഗ്ലാസ് അത് ആ ഒരു ലുക്കിനൊന്ന് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കിയതാണ്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ 2000 ആ സമയത്തൊക്കെ ഇറങ്ങിയ മോഡലുകൾക്ക് അറിയാം, അന്ന് പഞ്ചിങ് നമ്പർ പ്ലേറ്റിനൊന്നും അത്ര വലിയ പ്രാധാന്യം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ കമ്പനി ഇതേപോലെ തന്നെ സ്റ്റിക്കർ അടിച്ചിട്ട് ഈ ചെറിയൊരു ടൈപ്പ് നമ്പർ പ്ലേറ്റിലാണ് വന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഭാവിയിൽ ഓൾട്ടർ ചെയ്ത് നമുക്ക് പഞ്ചിങ് ടൈപ്പിലോട്ട് ആക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫണ്ടിന് കുറച്ച് ഷോർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റും അതുപോലെ ഫ്രണ്ട് സെക്ഷനിലൊരു കാര്യം നിങ്ങളെന്നൊക്കെ പറയണത്. പിന്നെ നമ്മുടെ മഡ് ഗാർഡ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റോക്ക് മഡ് ഗാർഡും കാര്യങ്ങളാണ്. സ്റ്റമ്പും അതേപോലെ തന്നെ സ്റ്റോക്കാണ്. ഇതിന് ഫോർക്ക് ബൂട്ടൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ നമുക്ക് ഇടണം. പിന്നെ നമ്മുടെ റിമ്മും ടയറെന്നൊക്കെ പറയുന്നത് കമ്പനി വന്നാൽ അതേ ഒരു സ്റ്റോക്കാണ്. ഏകദേശം ഒരു 80+ എബോവ് നമുക്ക് ടയറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടിയുടെ നിലവിലുള്ള ഹെഡ്ലൈൻ ഒരു കണ്ടീഷൻ നമുക്ക് കാണിച്ചു തരാട്ടെ. ഇതിൽ നമ്മളൊരു വൈറ്റ് പാർക്ക് ബൾബും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം ആഡ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു വൈറ്റ് പാർക്ക് ബൾബ് നമ്മൾ ആഡ് ചെയ്താണ്. ഇതിൻ്റെ വയറിങ്ങിലൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് വർക്കായിട്ട് ചെയ്യണം. കാരണം ഒരുമിച്ച് ചെയ്യാൻ നമ്മളൊരു അത്രയും ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്കൊക്കെ ഒന്ന് പെൻഡിങ്ങിൽ വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ പിന്നെ ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്. നമ്മുടെ ഫ്യൂൽ ഗേജ് കംപ്ലൈൻ്റ് ആണ്, കണ്ടില്ലേ. അതിൻ്റെ ഗ്യാസും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ടൈപ്പിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മീറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ഓൾട്രേഷനൊക്കെ നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ആ ഒരു സ്റ്റോക്ക് ഹാൻഡിലാണ്. നമ്മൾ ഹാൻഡിലിന് ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മളൊന്ന് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടേതായ കുറച്ച് കസ്റ്റമൈസേഷൻ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അധികം കാശ് മുടക്കില്ലാതെ കുറച്ച് വർക്കുകളൊക്കെ. പിന്നെ ഗ്ലാസും കാര്യങ്ങളും കണ്ടില്ലേ. ഇതൊക്കെ പക്കാ ഒരു സ്റ്റോക്ക് ലുക്ക്. വണ്ടി എങ്ങനെ കമ്പനി വന്നോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഓണർ മെയിൻറ്റെയിൻ ചെയ്തത്. അധികം കാശും കാര്യങ്ങളൊന്നും ഇതിനകത്ത് മുടക്കാനൊന്നും നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വണ്ടി ഈ ഒരു സ്റ്റോക്ക് ലുക്കിൽ തന്നെ ഇപ്പോഴും നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ സ്പ്ലെൻഡറിൻ്റെ ഒരു സ്റ്റോക്ക് സൈഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് വേറെ ഓൾട്രേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ വരുത്തിയിട്ടില്ല കേട്ടോ. കമ്പനി വന്ന ആ ഒരു സെയിം ടാങ്കിൻ്റെയാണ് ഇപ്പോഴും ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതിൽ ആ ഹീറോ ഹോണ്ടയുടെ ബാഡ്ജിനും അതുപോലെ തന്നെ ആ 3 ലൈനിങ് കണ്ടില്ലേ. സ്പ്ലെൻഡറിൻ്റെ ഏറ്റവും കൂടുതൽ ഐക്കോണിക് സാധനം ഉണ്ടത്. ഇപ്പോൾ ഇറങ്ങുന്ന BS6 വരെ ഈ ഒരു സെയിം മോഡലിൽ തന്നെയാണ് കമ്പനി ഇറക്കുന്നത്. കാരണം അത്രയും ഫാൻ ബേസ് ആണ് കേട്ടോ. വണ്ടിയുടെ ലെവലും മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു രക്ഷയില്ല, പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി എത്ര രൂപയ്ക്ക് എടുത്തതെന്ന് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ സൈഡ് കവറിലോട്ട് വരുമ്പോൾ സ്പ്ലെൻഡർ പ്ലസ് അല്ല, ആ സ്പ്ലെൻഡറിൻ്റെ യൂറോ 1 വന്നേക്കണം ആ സെയിം ഒരു സ്പ്ലെൻഡറിൻ്റെ ഒരു മോണോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് ഇതിലും വന്നേക്കണം കേട്ടോ. കാരണം 2000 മോഡലാണ്, ജസ്റ്റ് ഒരു കൺവേർഷൻ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ പെട്രോളിൻ്റെ ഇത് പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ പെട്രോൾ ഫിൽറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ എടുത്തിട്ട് ചെയ്ത വർക്കാണ്. പിന്നെ ഇതിലൊരു മെയിൻ സാധനമുണ്ട്, ഇതിൻ്റെ കാർബറേറ്റർ കണ്ട ജപ്പാൻ.
ആ യൂറോണിൻ്റെ മെയിൻ സാധനമാണ്. യൂറോൺ കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയതുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒരു ജപ്പാൻ കാർബറേറ്ററാണ് ഇപ്പോഴും ഇതിൽ നിലവിലിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി എന്തുമാത്രം സ്റ്റോക്കായിട്ടാണ് പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. കാരണം ജസ്റ്റ് ടെസ്റ്റിനുള്ള വർക്ക് മാത്രമേ ചെയ്തുള്ളൂ. പുള്ളിക്ക് ലോക്കലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളൂ, വലിയ അങ്ങനെ ലോങ് ഓട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ വണ്ടി ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ മേടിച്ചത്. അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് യൂറോ വണ്ടിയിൽ നിന്ന് മാറ്റം വന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലേനിയം ആയപ്പോഴേക്ക് ഒരു സാഷ് സിസ്റ്റം വന്ന് കണ്ടില്ലേ. ഇത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു താല്പര്യം ഇല്ല ഇത്. നമ്മൾ ചിലപ്പോൾ ഭാവിയിൽ ഇത് കട്ട് ചെയ്ത് യൂറോൺ മോഡലിലോട്ട് തന്നെ ആക്കും. ഈ സാഷ് സിസ്റ്റത്തിൻ്റെ ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നേക്കുന്നത്. അത് നമ്മുടെ സിലിണ്ടറിൽ ഇറങ്ങണ പെട്രോള് കറക്റ്റായിട്ട് കത്തിത്തീരാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടൊരു സാധനമുണ്ട്. ഇത് ഏകദേശം മൈലേജും കൂടി കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു മോഡലിന് മറ്റേതിനെ അപേക്ഷിച്ചിട്ടാണ്. ചിലപ്പോൾ നമ്മളിത് ഭാവിയിൽ കട്ട് ചെയ്ത് ഇവിടെ ഫ്രീ ആക്കിയിട്ട് ആ ഒരു യൂറോൺ ടൈപ്പ് തന്നെ ആക്കാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ലുക്കിലോണ്ടാണ് താല്പര്യം. പിന്നെ നമ്മൾ വണ്ടിയിൽ എടുത്തിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻ കവറും ചെയിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഡീഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്കയായിട്ട് ലൂബ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്താണ്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ മുൻപ് അത് ചെയ്തതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ചെയ്തേക്കണ വർക്കും കാര്യങ്ങളെന്നൊക്കെ പറയണത്. അടുത്തായിട്ട് നമ്മുടെ വണ്ടിയുടെ ഹോണിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഈ ഹോൺ വരെ അന്ന് സ്റ്റോക്ക് വന്ന സാധനം ഉണ്ടാകും. ഞാൻ ഒന്ന് അടിച്ച് ഏൽപ്പിച്ചു തരാം. കണ്ടില്ലേ, അന്ന് വന്നൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ എൻജിൻ കാർഡ് ഫൈബറിൻ്റെ ഒരു എൻജിൻ കാർഡാണ് അന്ന് കമ്പനി കൊടുത്തത്. ആ ഒരു സെയിം സാധനം തന്നെ ഇപ്പോഴും ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഇടണമായിരിക്കും. പിന്നെ ക്രാഷ് ഗാർഡ് ആണെങ്കിൽ തന്നെ അതും അന്ന് കമ്പനി വന്ന സംഭവമാണ്. അതിൽ ചെറിയൊരു ബെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാലപ്പഴക്കത്തിൻ്റെയും പിന്നെ ചെറുതായിട്ടൊക്കെ വണ്ടി അങ്ങനെ തട്ടിയും പറഞ്ഞൊക്കെ വീണതിൻ്റെ അതിൻ്റെയൊക്കെ ആയിരിക്കും. അല്ലാണ്ട് വേറെ വണ്ടി അങ്ങനെ ആക്സിഡൻറ്റോ അങ്ങനെ ഇടിക്കലോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. വണ്ടി സ്റ്റോക്ക് ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടി നിൽക്കുന്നത്. വണ്ടിയുടെ ബാക്ക് ലുക്കിലോട്ട് വരുമ്പോൾ ബാക്കിൽ വന്നേക്കണ കാരിയറും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കാരിയറാണ്. നമ്മൾ ചിലപ്പോൾ ഇത് BS4 ടൈപ്പിലോട്ട് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ വരുത്തണം കേട്ടോ. പിന്നെ ഒരു സൈഡ് പാനലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാണ്ട് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് ടെയിൽ സെക്ഷൻ ഇതാണ് മെയിൻ സംഭവം. ആ ഒരു യൂറോ 1 ടൈപ്പ് ഹെഡ്ലൈറ്റ് മില്ലേനിയത്തിൽ ഇറങ്ങിയ അല്ലെങ്കിൽ യൂറോ 2 ഇറങ്ങിയ ഒരുപാട് വണ്ടികളിലും ഈ ഒരു സെയിം ടൈപ്പ് ടെയിൽ സെക്ഷൻ ഇരിപ്പുണ്ട് കേട്ടോ. ഇതപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ. ലൂമാക്സിൻ്റെ ആണ്. ഇച്ചിരി പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ് പഴയ ഒരു ലുക്ക് തോന്നിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റിക്കർ ടൈപ്പിലാണ് വന്നേക്കണം. ഇത് നമ്മൾ പഞ്ചിങ് ചെയ്ത് ഓൾട്രേഷൻ ചെയ്യണമായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മഡ് ഗാർഡിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം സ്പ്ലിറ്റഡ് മഡ് ഗാർഡാണ്. വേറൊരു പീസ് കണ്ടില്ലേ, ഇതുപോലെ 3 നെറ്റിൽ ഇങ്ങനെ വന്നേക്കുന്ന ഒരു മഡ് ഗാർഡാണ് കേട്ടോ. ഇത് നമ്മൾ ചിലപ്പോൾ ഭാവിയിൽ RX-ൻ്റെ ഒക്കെ ഇതിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ സ്പ്ലെൻഡർ പ്രോയിൻ്റെ ആ ഒരു ടൈപ്പ് പ്ലെയിൻ ഗ്ലാസ് വന്ന ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കണത്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പുറത്തെ ഇൻഡിക്കേറ്ററിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യണം ഒന്നും കൂടി. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തതാണ് സ്പ്ലെൻഡർ പ്രോയിൻ്റെയിലോട്ട്. മറ്റേത് ഇച്ചിരി മങ്ങിയിരിക്കണമായിരുന്നു, വെട്ടവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ആ ഒരു ഇൻഡിക്കേറ്റർ ബസറും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെടുത്തതിന് ശേഷം ചെയ്ത ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ഇവിടെ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റോക്ക് സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ യൂട്ടിലിറ്റി ബോക്സ് നമ്മൾ മാറ്റി ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ന്യൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം CD ഡിലക്സിനും അതേപോലെ സ്പ്ലെൻഡറിൻ്റെ പുതിയ മോഡലിനൊക്കെ അന്ന് ഇറങ്ങിയ ടൈപ്പാണ്. ഇതിൽ കമ്പനി വന്നത് യൂറോ 1 ടൈപ്പ് ആ ഒരു സ്ക്രൂ ഇട്ട് തുറക്കണതായിരുന്നു. അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. ഇതാകുമ്പോൾ നമുക്ക് താക്കോലിട്ട് തന്നെ തുറക്കാട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മോഡലിലോട്ട് ആക്കി. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഫിനിഷിംഗ് കോയിലൊക്കെ വന്നത് ഇതേപോലെ കണ്ടില്ലേ, വയറിൽ ഈ ഒരു ടൈപ്പിലാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഇതൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയേക്കണേ കേട്ടോ. വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ സൈലൻസറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ സ്റ്റോക്ക് സൈലൻസറാണിത്. കണ്ടില്ലേ, നമ്മുടെ യൂറോ 1 സൈലൻസറും ഇതുപോലെ സുനാമിനോട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതും കമ്പനി അന്ന് വന്നത് ആ ഒരു ടൈപ്പിലാണ്. അതിന് ശേഷമാണ് നമ്മുടെ ഫുട്രസ്റ്റ് ക്ലാമ്പിൽ വന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് യൂറോ 1 നിന്ന് മില്ലേനിയത്തിലോട്ട് കൺവേർട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വണ്ടിയിൽ നിലനിർത്തിയിരുന്നിട്ടാണ്. അപ്പോൾ നമ്മളിത് ഭാവിയിൽ ഓൾട്ടർ ചെയ്ത് യൂറോ 1 സെറ്റ് ചെയ്യണമായിരിക്കും നമ്മുടെ വണ്ടിയിൽ ചെയ്ത പോലെ തന്നെ. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് ടയറിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ ബാക്ക് ടയർ നമ്മുടെ 18 ഇഞ്ച് സ്റ്റോക്ക് റിമ്മും ടയറും കേട്ടോ. ടയർക്ക് ഏകദേശം 90 അബോ ടയറുണ്ട്. നല്ല ഗ്രിപ്പുള്ളൊരു ടയർ തന്നെയാണ് അയാൾ ഇട്ടേക്കുന്നതിനകത്ത്. സിയറ്റിൻ്റെ ഒരു ടയർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹബ്ബിന് കംപ്ലയിൻ്റ് ഉണ്ട്. ഹബ്ബിന് ചെറിയ പൊട്ടലുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ അപ്പർ സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഹബ്ബ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ SD വീലിടും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് വീൽ തന്നെ ഇടാനായിട്ടോ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ ബ്രേക്കിങ്ങിൽ കുറച്ച് പ്രശ്നമാണ്. വണ്ടിക്ക് ഇപ്പോൾ ബ്രേക്ക് അത്യാവശ്യം നല്ലൊരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ ഭാവിയിൽ ഓൾട്ടർ ചെയ്ത് സെറ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഏതായാലും ഇപ്പോൾ കമ്പനി വന്നേക്കുന്ന നിലവിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റോക്ക് സൈലൻസറിനോട്ടൊക്കെ നമുക്കൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ സീറ്റൊക്കെ സ്റ്റോക്ക് സീറ്റും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുഷ്യൻ അടിച്ച് സെറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഈ സീറ്റ് ഊരി നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലെ ബുഷൊക്കെ പോയിട്ട് ഇത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് സീറ്റ് എടുത്തിട്ട് നമ്മുടെ ഒരു ലെയർ കുഷ്യൻ അടിച്ചിട്ട് നമ്മുടെ സൈഡ് ഡൗണിൽ ചെയ്ത പോലെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സീറ്റിലും ചെയ്യണം കേട്ടോ. എന്നാലാണ് റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഓക്കെ അത്യാവശ്യം കാര്യങ്ങൾക്ക് കൊണ്ടുനടക്കാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതെന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യണം. അതായത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ അടിപൊളിയാണ്. ഇത് വണ്ടി നമ്മൾ ഓടിക്കാൻ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ആ സ്പ്ലെൻഡർ അത് വേറൊരു വികാരം ഉണ്ടാകും. പിന്നെ നമുക്ക് ആ യൂറോ 1 സൈലൻസറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൗണ്ടിലും ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോഴും അടിപൊളി തന്നെയാണ്. ആ ഒരു സൈലൻറ്റ് വോയിസിൽ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി പോണത്. അപ്പോൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത സാധനം എത്ര വരെ ഓടും കേട്ടോ. അതാണ് സ്പ്ലെൻഡറിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇത് പഴയ സിലിണ്ടറും പിസ്റ്റനും കണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റേതായ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ സ്പ്ലെൻഡർ യൂസ് ചെയ്യണവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചിലപ്പോൾ ഓൾട്ടർ ചെയ്ത് സിലിണ്ടറും പിസ്റ്റനൊക്കെ മാറേണ്ടതായിട്ട് വരും കേട്ടോ. അതെന്തായാലും നമ്മൾ ഭാവിയിലായിരിക്കും നോക്കണത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാര്യം കൊണ്ട് കിടക്കാം. എന്നാലും ഒരു 40 മേളിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സിലിണ്ടറിൻ്റെ പിസ്റ്റൻ്റെ അവിടെ നിന്നൊക്കെ ഫീലിംഗ് ആണ് കേട്ടോ. മെയിൻ റോഡിൽ തോന്നിയായിരുന്നല്ലോ. പിന്നെ ഇവൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലോക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് അങ്ങനെ കുത്തി കയറ്റിക്കൊണ്ട് പോകാനാണെങ്കിലും എന്താണെങ്കിലും വണ്ടി ഓക്കെ ഉണ്ടാകും. നമ്മളൊപ്പം നിന്നോണ്ട് സാധനം ഒരു പേര്. പിന്നെ വണ്ടി ഇത്രയും റോട്ടിലുണ്ടെങ്കിലും നമ്മൾ ഫ്രണ്ടായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റോഡ് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല റോഡ് കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ സ്പ്ലെൻഡർ ഓണേഴ്സിന് അത് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആവും. അപ്പം നമ്മുടെ വണ്ടി ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇരിക്കണം നോക്കണ്ട. ഒരുപാടധികം വർക്കും കാര്യങ്ങളൊക്കെ പിന്നാലെ വരാനുണ്ട് കേട്ടോ. ഒരുപാട് മോഡിഫിക്കേഷനും കസ്റ്റമൈസേഷനും ഓൾട്ടറേഷനൊക്കെ നമ്മുടെ വണ്ടിയിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. ഓരോ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണമായിരിക്കും. ഇതിൽ യൂറോ 1 സൈലൻസർ, പെയിൻറ്റിങ്, മീറ്റർ, ഗ്ലാസ്, അതുപോലെ ഒരുപാട് വർക്കുകൾ ഇതിനകത്ത് വരാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്പ്ലെൻഡർ ഓണേഴ്സിനൊക്കെ ഈ വീഡിയോ മാക്സിമം ഒക്കെ ഒന്ന് ഷെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. വണ്ടി നമ്മൾ സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്താണ് കേട്ടോ. ഏകദേശം ഒരു 30,000 രൂപ വിലയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഇപ്പോൾ സ്പ്ലെൻഡറിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാനില്ല. യൂറോ 1 ഏകദേശം 35-40 മേളിലോട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് ആണെങ്കിലും നമ്മുടെ റിലയബിലിറ്റി ആണെങ്കിലും വണ്ടിയുടെ ഡെയിലി യൂസിനും സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പണ്ടത്തെ ജനറേഷൻ മുതൽ ഇപ്പോഴത്തെ 2K ജനറേഷനിൽ വരെ ഉള്ള എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പ്ലെൻഡർ. അതിൻ്റെ ഒരു ലെവലും ആ ഒരു ഫാൻ ബേസൊക്കെ അപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. കാരണം സെയിലിൽ ഇപ്പോഴും ഇത്രയും നാളും ടോപ്പിൽ നിൽക്കണമെങ്കിൽ ആ വണ്ടിയുടെ ലെവൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്പ്ലെൻഡറിൻ്റെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് അതിൻ്റെ ഓണർ അധികം വണ്ടിയിൽ അങ്ങനെ കാശും കാര്യങ്ങളൊന്നും മുടക്കിയില്ല. പുള്ളി ജസ്റ്റ് കാര്യം കൊണ്ടെടുക്കുക അങ്ങനെ ഒരു രീതിയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് വണ്ടി ഒരു ലെവലിൽ കിട്ടിയത്. അധികം നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാത്ത വണ്ടി കിട്ടിയത് നന്നായി. കാരണം വണ്ടീനെ അത്രയും കൊല്ലിച്ചിട്ടൊന്നുമില്ല. ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടേതായ ഐഡിയാസ് ഇനി നമുക്ക് ഇതിനകത്ത് ആവിഷ്കരിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളെന്നൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മനസ്സിലാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. Over the edge, feel like I'm floating through the air. The pain I felt is